നമുക്ക് അതിൻ്റെ ഉയർച്ച കാണണമെങ്കിൽ നമ്മൾ അതിലെ ഡെഡിക്കേഷൻ ആയിരിക്കണം, ഹാർഡ് വർക്കിങ്ങും. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ. അതുപോലെ പാരൻസിൻ്റെ സപ്പോർട്ട്, എന്താ പറയുക, സ്റ്റഡീസിനെ കാണുന്ന പോലെ തന്നെ ഡാൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ രണ്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും അമൃത കലാക്ഷേത്രത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള അമൃത പൗർണമി എന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അഭിമാനത്തോടെ ഞാൻ പറയുന്നു. അമൃത കലാക്ഷേത്രയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അമൃത പൗർണമി എന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകയായിട്ടായിരുന്നു എന്നെ വിളിച്ചത്. അവിടെ എത്തിയപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ നല്ലൊരു സ്വീകരണമായിരുന്നു കിട്ടിയത്. വേദിയിൽ വെച്ച് അമ്മേനെയും അച്ഛനെയും അനുമോദിച്ചു. അതെനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി. കാരണം അവരെ സപ്പോർട്ടും കഠിനാധ്വാനം ഉള്ളത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ അനുമോദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അന്നത്തെ ദിവസം നമ്മുടെ പിറന്നാളായിരുന്നു. അപ്പം അമൃത കലാക്ഷേത്രം നമ്മുടെ പിറന്നാൾ കേക്ക് മുറിച്ച് തന്നെ ആഘോഷിച്ചു. അത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയായിരുന്നു ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അമൃത കലാക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസ് നടത്തുന്ന ജീജ ടീച്ചറും അവരുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം കൊടുക്കട്ടെ. അതുപോലെ തന്നെ അമൃത ക്ഷേത്രത്തിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ.